നന്ദിനി ഇസ് ഈക്വൽ ടു മനോധർമ്മ, മനോധർമ്മ ഇസ് ഈക്വൽ ടു നന്ദിനി എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ്. കാരണം എവിടെ സംസാരിച്ചാലും നന്ദിനിയുടെ പഠനവും ഗവേഷണവും ഒക്കെ മനോധർമ്മത്തിലാണെന്ന് എനിക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും അതിനോട് കൂടുതലൊരു ആഭിമുഖ്യവും ഇഷ്ടവും ഒക്കെ കൂടുതലുണ്ടല്ലോ. സാധാരണ ജനങ്ങൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളൊരു സാധാരണ നോർമൽ പീപ്പിളിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്, കർണാടക സംഗീതത്തിനേക്കാൾ കുറച്ചും കൂടി നമുക്ക് വിസ്തരിച്ച് പാടാം, അല്ലെങ്കിൽ മനോധർമ്മം കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുക ഹിന്ദുസ്ഥാനിയിലാണല്ലോ. അങ്ങനെ ഒരു ടോക്ക് സാധാരണ നോർമൽ പീപ്പിളിൻ്റെ ഇടയിലുണ്ട്. കർണാടക സംഗീതം കൺസ്ട്രക്റ്റീവാണ്. അതായത് നമ്മൾ പറഞ്ഞു വെച്ച ഒരു സാധനം മാത്രമേ പാടാൻ പറ്റുള്ളൂ, നമുക്ക് അതിനകത്തൊരു വലിയ സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ ആളുകളിലുണ്ട്. സാധാരണ ആളുകളിൽ കുറച്ചുകൂടെ മ്യൂസിക്കലി ഉയർന്ന ആളുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പൊ അത്തരം ആളുകളോട് തിരുത്താൻ നന്ദിനിക്ക് എന്താ പറയുക? നന്ദിനി എന്തായാലും അതിലൂടെ കുറെ യാത്ര ചെയ്ത ഒരാളാണ് സ്വാഭാവികമായിട്ട്. അപ്പൊ നന്ദിനിക്ക് എന്താണ് അതിൽ അത്തരം ആളുകളോട് സംസാരിക്കും? ഒരു ഹിന്ദുസ്ഥാനിയെ പറ്റിയിട്ട് ഒത്തന്റിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ അതോറിറ്റേറ്റീവ് ആയിട്ട് പറയാൻ ഞാൻ ആരുമല്ല, ബിക്കോസ് മൈ ഡൊമൈൻ ഇസ് കർണാട്ടിക്. പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു പരിമിതമായിട്ടുള്ള അറിവിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഹിന്ദുസ്ഥാനിയിലും കർണാട്ടിക്കിലും നോക്കുമ്പോഴേക്കും ഈ സിസ്റ്റംസ് ഉണ്ടല്ലോ, ഈ ഫണ്ടമെന്റൽ തിങ്സ്, അല്ലെങ്കിൽ എന്താ പറയാൻ, ഗ്രമാറ്റിക്കലായിട്ട് നമ്മൾ ഡിസിപ്ലിൻസ് എന്നൊക്കെ പറയുന്ന രീതി കുറച്ചുകൂടി കൂടുതൽ കർണാട്ടിക്കിലാണ്. നമുക്കൊരു വലിയ രാഗ സിസ്റ്റമുണ്ട്, അതുപോലെ തന്നെ വലിയൊരു താള സിസ്റ്റമുണ്ട്, ഒത്തിരി കമ്പോസേഴ്സും കാര്യങ്ങളും, പിന്നെ ഇതിനകത്തുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്കെ, ഹിന്ദുസ്ഥാനിയിൽ ഇപ്പം നമുക്ക് 72 മേളകർത്ത ഉണ്ടോന്നാണല്ലോ നമ്മൾ പറയണേ. ഹിന്ദുസ്ഥാനിൽ 10 ഉള്ളൂ. ഓക്കെ, നമ്മൾ ഈ ജനകജന്യ അല്ലെങ്കിൽ ഇന്ന മേളരാഗത്തിൻ്റെ ജന്യമാണിത്, ഫോർ എക്സാമ്പിൾ കരഹരപ്രിയയുടെ ജന്യമാണ് ആഭോഗി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു കണക്ഷൻ എല്ലാത്തിനും ഈ കുറേ റൂൾ ബുക്സ് ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഹിന്ദുസ്ഥാനിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 10 ധാട്ട്, 10 ഇവരുടെ ഫുൾ രാഗം എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഈ രാഗാരാഗിണി പരിവാർ സിസ്റ്റം എന്നാണ് അവർ പറയുക. ഇതെല്ലാം ഈ ഫാമിലിയിലുള്ളത്. യമൻ, അതായത് കല്യാണിയുമായിട്ട് ചായ ഉള്ള രാഗങ്ങളെല്ലാം ആ ഫാമിലിയിലുള്ളത്, ഇതെല്ലാം ഈ ഗ്രൂപ്പിലുള്ളത്, ആ ഗ്രൂപ്പിലുള്ളത്, ഇങ്ങനെ അവർ പറയുന്നുള്ളൂ. അപ്പം ഇതിനകത്ത് ഡിസിപ്ലിൻസ് വളരെ കുറവാണ്. അധർ ചെയ്യേണ്ട സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. കുറച്ച് ലൂസൻസ് അവിടെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ കുറച്ചൊരു വേറെ നോട്ട്സ് കൊണ്ടുവരികയോ അല്ലെങ്കിൽ 3-4 നോട്ട് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുകയോ വേറൊരു ചായ കൊണ്ടുവരികയോ ചെയ്താലും അവർക്ക് പുതിയ പേരുകൾ അതിന് കൊടുക്കാം, പുതിയ രാഗങ്ങൾ അങ്ങനെ ജനിക്കുന്നു. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് അവരുടേത്. നമ്മുടേത് അങ്ങനെയല്ല. നമുക്ക് ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ പ്രിസ്ക്രൈബ്ഡ് ആണ്. ബട്ട് സ്റ്റിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നു, പഴയ ക്യാമറ കണ്ടിട്ടുണ്ടല്ലോ, അതിൽ സൈഡിൽ ഇങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാവും. ആ ഫ്രെയിമിനകത്ത് നമ്മൾ വെക്കണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണത്. പക്ഷെ അതിനകത്ത് നമ്മൾ ഏറ്റവും നല്ല പടം എടുക്കില്ലേ? അതെ. ഇനി ഒരു പടം വരയ്ക്കുന്ന ആള് ഒരു പോർട്രേറ്റ് വരയ്ക്കാൻ അയാൾക്ക് ക്യാൻവാസിന് ഒരു സൈസ് ഉണ്ട് അല്ലേ, മെഷർമെന്റ് ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും നല്ലൊരു പടങ്ങൾ വരയ്ക്കുന്നില്ലേ? വരയ്ക്കാൻ പറ്റും. വണ്ടർഫുൾ എക്സാമ്പിൾ. അപ്പം ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ആകുന്നത്? ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പം ഇങ്ങനെ ഒരു ബൗണ്ടറി ഉണ്ട്. പൊങ്ങിച്ചെന്ന് അവിടെ വീണാൽ 6, പിന്നെ ഉരുണ്ടി എന്ന് അവിടെ വീണാൽ 4 എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആ ഗെയിമിൻ്റെ ഡിസിപ്ലിനാണ്. എന്ന് വെച്ചാൽ ആരും അടിക്കാതിരിക്കണ്ടോ? ഒരു ഓവറിൽ 6 ബോളിൽ 6 6 അടിച്ച മഹാന്മാരെ വരെ നമുക്കുണ്ട് ഈ രാജ്യത്ത്, അല്ലേ? എന്ന് പറയുന്ന പോലെ ഇതൊന്നും ഒരു റെസ്ട്രിക്ഷൻ അല്ല. ഇപ്പം നമ്മൾ സ്കൂളിൽ പോകും, യു വെയർ എൻ യൂണിഫോം, യു വെയർ എ യൂണിഫോം, യു ഡോണ്ട് ഹാവ് ടു വെയർ എ കളർ ഡ്രസ്. ഇസ് ദാറ്റ് എ റെസ്ട്രിക്ഷൻ ഓർ എ ഡിസിപ്ലിൻ? ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ. സ്റ്റാൻഡ് ഇൻ എ ക്യൂ, ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ. ഡ്രസ്സേ ഇടരുതെന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ. നോ സ്മോക്കിംഗ്, റെസ്ട്രിക്ഷൻ. നോ എൻട്രി, റെസ്ട്രിക്ഷൻ, അല്ലേ? അപ്പം ഡിസിപ്ലിനും റെസ്ട്രിക്ഷനും പലരും പലതായിട്ടാണ് കാണുന്നത്. അപ്പം ഈ സാധാരണക്കാർ മനസ്സിലാക്കുന്ന എന്താണ്, അത് ഭയങ്കര പാടാണ്, അതിനകത്തൊന്നും ഇങ്ങനെയല്ല. അത് നമുക്ക് ഓൾറെഡി കുറച്ച് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. ഇപ്പം കോടതിയിൽ റൂൾസ് ഇല്ലേ? മജിസ്ട്രേറ്റ് വരുമ്പോൾ എണീച്ച് നിൽക്കണം, നമ്മൾ വിഷ് ചെയ്തിട്ടിരിക്കണം, അല്ലെങ്കിൽ ഒരാൾ പറയുമ്പോൾ കൗണ്ടർ ആർഗ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് റൂൾസ് ഇല്ലേ? അത് റെസ്ട്രിക്ഷൻസ് ആവുന്നത് എങ്ങനെയാണ്? അത് അതിൻ്റെ ഡിസിപ്ലിനാണ്. എന്ന് പറയുന്ന പോലെ കർണാട്ടിക് മ്യൂസിക്കിന് കുറച്ച് കൂടുതലാണ് ഡിസിപ്ലിൻ. എന്നാൽ അതിൽ നിന്നും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തോടി പാടുന്നു, കല്യാണി പാടുന്നു, ഭൈരവി പാടുന്നു, കാമ്പോജി പാടുന്നു, ഹരരപ്രിയ പാടുന്നു, ഭജൻസ് പാടുന്നു, എന്തൊക്കെയാണ് നമ്മൾ പാടാത്ത, എല്ലാം ഉണ്ട് അതിനകത്ത്. സോ റെസ്ട്രിക്ഷൻസ് വിൽ ബ്രീഡ് ക്രിയേറ്റിവിറ്റി, ഇഫ് യു ആസ്ക് മീ.